മെയ് 1 തൊഴിലാളി ദിനത്തിനോടനുബന്ധിച്ച് CITU ഏറ്റുമാനൂർ മുനിസിപ്പൽ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും സമ്മേളനവും സംഘടിപ്പിച്ചു. ഏറ്റുമാനൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച റാലി ടൗൺ ചുറ്റി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. ഏറ്റുമാനൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന യോഗം CPIM ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് V ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. തൊഴിലാളി എന്ന് പറഞ്ഞാൽ അടിമയുടെ പിന്തുടർച്ചക്കാരനാണ് എന്നാണ് കരുതിയിരുന്നത്. അടിമയുടമയുടെ കാലത്ത് നിന്ന് മാറി അടിച്ചമർത്തപ്പെട്ട യാതൊരു അവകാശവുമില്ലാത്ത വിൽക്കപ്പെടുന്ന കന്നുകാലികളെ പോലെ മാത്രം കരുതിയിരുന്ന അടിമ, ആ അടിമയുടെ പിന്തുടർച്ചക്കാരനാണ് തൊഴിലാളി എന്നാണ് ലോകം കരുതിയിരുന്നത്. ലോകത്തെ മുതലാളി പഠിപ്പിച്ചതങ്ങനായിരുന്നു. അടിമയാണിവൻ. രാവിലെ പണിക്കിറങ്ങിക്കഴിഞ്ഞാൽ രാവേറെ കഴിഞ്ഞാൽ ഇരുട്ടാലും പണിതുകൊണ്ടേയിരിക്കണം. 12 മുതൽ 18 മണിക്കൂർ വരെ ഒരു ദിവസം ജോലിയെടുക്കേണ്ട, കൂലി ചോദിക്കാൻ അവകാശമില്ലാത്ത, വിശ്രമിക്കാനോ ഭക്ഷണം കഴിക്കാനോ അവകാശമില്ലാത്ത, പ്രാഥമിക കർത്തവ്യങ്ങൾക്ക് പോലും അവസരമില്ലാത്ത അടിമസമാനമായ തൊഴിലാളിക്ക് അങ്ങനെയല്ല തൊഴിലാളിയെന്നും ഈ ലോകത്ത് കാണുന്ന എല്ലാ സമ്പത്തും ഉൽപ്പാദിപ്പിക്കുന്നത് തൊഴിലാളിയാണെന്നും അതുകൊണ്ട് ഈ സമ്പത്തിന്റെ എല്ലാം ഉടമ തൊഴിലാളിയാണെന്നുള്ള വർഗബോധം, തൊഴിലാളിയും മനുഷ്യനാണെന്നുള്ള ബോധം, ആ ബോധം പകർന്നു നൽകിയ ദിനമാണ് 1886 മെയ് 1. KS ജയപ്രകാശ് അധ്യക്ഷനായിരുന്നു. CPIM ജില്ലാ കമ്മിറ്റി അംഗം ES ബിജു, ഏറ്റുമാനൂർ ലോക്കൽ സെക്രട്ടറി TV ബിജോയ്, PV പ്രദീപ്, ഗീത ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. i4A ന്യൂസ്, ഏറ്റുമാനൂർ.